ഹായ് ഫ്രണ്ട്സ്, ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോഴേക്കും ജിഷിൻ ഭയങ്കര എയറിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജിഷിൻ്റെ കുറേ പ്രസ്താവനകൾ എല്ലാവരും എടുത്തിട്ട് അലക്കി ആക്ഷേപിക്കുന്നു, പുച്ഛിക്കുന്നു. എന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ. ഓക്കെ, ജിഷിൻ ഫുഡ് കഴിക്കാതിരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവരൊക്കെ മീറ്റ് ഇതൊക്കെ കഴിക്കുന്നു, ജിഷിൻ മാത്രം വെജിറ്റബിൾസ് മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ അനുമോള് ഫുഡ് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ജിഷിൻ കഴിച്ചില്ല എന്ന് പറയുന്നു. അത് നമ്മൾ കണ്ടതാണ്, ലൈവ് കണ്ടതാണ് അല്ലേ. അപ്പോൾ അത് എന്തുകൊണ്ട് കഴിക്കാനെന്ന് ചോദിച്ചപ്പോൾ പറയണം, അന്ന് അനുമോള് പീരീഡ്സ് ആയിരുന്നു. പീരീഡ്സ് ആയാൽ എന്താ ഭക്ഷണം വെച്ചാൽ കഴിക്കില്ലേ. അവിടെ ഇപ്പോൾ നമ്മൾ അമ്പലം ഇതൊന്നും ഇല്ലല്ലോ അതിൻ്റെ ഉള്ളിൽ. അമ്പലവിശ്വാസി ആണെങ്കിൽ പോലും ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നമ്മൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വെജിറ്റബിൾ ഭക്ഷണം കിട്ടിയാൽ മതിയില്ലേ. അത് പീരീഡ്സ് ആയ ആളാണോ ഉണ്ടാക്കിയത്, അത് നോക്കേണ്ട ആവശ്യമില്ല. അത് ജിഷിൻ പറഞ്ഞത് ഭയങ്കര തെറ്റാണ്. പിന്നെ ആദ്യം ജിഷിൻ പറഞ്ഞു വളരെ ഡിസേർവിംഗ് ആയ ആൾക്കാണ് ഈ കപ്പ് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അനുമോളെ അങ്ങോട്ട് ഉയർത്തി വെച്ചു. ഇപ്പം ജിഷിൻ പറയുന്നത് നോക്കി നോക്കൂ, ജിഷിൻ്റെ അടുത്ത് 90,000 രൂപ 1 മന്തിന് തന്നാൽ മതി എന്ന് പറഞ്ഞ് PR വന്നിരുന്നു. അപ്പോൾ ജിഷിന് അതൊന്നും സമ്മതിച്ചില്ല. അങ്ങനെ 3 മന്ത് 90,000 വെച്ച് 2,70,000 കൊടുത്തു കഴിഞ്ഞാൽ PR ചെയ്യാമെന്ന് പറഞ്ഞ് കുറേ പേര് വന്നിരുന്നു. ജിഷിൻ സമ്മതിച്ചില്ല എന്ന് പറയുന്നു. പിന്നീട് ഇറങ്ങിയപ്പോൾ മനസ്സിലായി, PRൻ്റെ ശക്തി മനസ്സിലായി. ശക്തി മനസ്സിലാക്കിയപ്പോൾ ജിഷു വിചാരിച്ചു, ഓ എനിക്ക് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞൊരു ഖേദമുണ്ടായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ച് കാലം പിടിച്ച് നിൽക്കാമായിരുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ ആൾ പറയുന്നുണ്ട്, എൻ്റെ ഇപ്പം വ്യാഴാഴ്ച വരെ എൻ്റെ കണക്ക് ഞാൻ 6ാമതും 4ാമതും സ്ഥാനത്തൊക്കെ നിൽക്കുന്നത്. ഏറ്റവും അവസാനത്തെ സ്ഥാനേ ആയിരുന്നില്ല, ഔട്ടാവേണ്ട ആളേ ആയിരുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ PR ഉള്ള ആൾക്കാരെടുത്ത് നമ്മൾ കൊമ്പ് കോർക്കാൻ പോയി കഴിഞ്ഞാൽ, ഇപ്പം അനുമോളാണെങ്കിലും ബിന്നിയാണെങ്കിലും അവരുടെ അടുത്തൊക്കെ കൊമ്പ് കോർക്കാൻ പോയി കഴിഞ്ഞാൽ അവരുടെ PR എന്ത് ചെയ്യും, നമ്മളെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും വായിൽ വിരലിട്ട കടിക്കാത്ത വ്യക്തിയെ പോലും എന്ന് പറഞ്ഞാൽ സാബുമാനെയാണ് പറയുന്നത്, ആ വ്യക്തിയെ ജയിപ്പിക്കും. അതായത് അവർക്കൊണ്ട് വോട്ട് വെള്ളിയാഴ്ച ഇങ്ങോട്ട് മറയ്ക്കും. വ്യാഴാഴ്ച രാത്രി തൊട്ടുകൊണ്ട് മറച്ചു തുടങ്ങിയാൽ പിറ്റേ ദിവസം ആ വെള്ളിയാഴ്ച നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയമായിരിക്കും അവർക്ക് വോട്ട് കൂടും. വായിൽ വിരലിട്ട കടിക്കാത്ത വ്യക്തികൾക്ക് വോട്ട് കൂടും. നമ്മൾ 4ാം പൊസിഷൻ 5ാം പൊസിഷനിൽ നിന്നിരുന്ന ആൾക്കാർ ഉടനെ ലാസ്റ്റ് പൊസിഷനിലേക്ക് എത്തി നമ്മൾ അന്ന് ഔട്ടാവും. അങ്ങനെയാണ് എൻ്റെ ഔട്ടായത്, എൻ്റെ എവിക്ഷൻ ഉണ്ടായത് എന്ന് പറയുന്നു. സാബുമാനെയൊക്കെ സേവ് ആക്കി വെച്ചിട്ട് ഞാൻ എവിക്റ്റ് ആയിപ്പോയത് അങ്ങനെയാണ്, അല്ലാണ്ട് എനിക്ക് വോട്ടില്ലാതെ അല്ല എന്ന് പറയുന്നു. പിന്നെ അനുമോളെ കുറിച്ച് കുറേ പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. ഇവിടെ 3.5 കോടി ജനങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ അല്ലേ. ഈ 3.5 കോടി ജനങ്ങളിൽ എത്ര പേരാണ് ഈ ജിയോ ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്ത് വോട്ട് ചെയ്യുന്നവർ? അത് ജിഷിൻ ചോദിച്ചതൊരു പോയിൻ്റാണ്. ഞാനൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ അമ്മയൊന്നും ജിയോ ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്ത് ചെയ്യുന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമാണ് എങ്കിൽ പോലും അമ്മയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ജിഷിൻ പറഞ്ഞതൊരു പോയിൻ്റ് തന്നെയാണ്. കുടുംബത്തിലെ ഈ സ്ത്രീ ജനങ്ങൾ അമ്മമാരാണ് ഫുള്ള് വോട്ട് അനുമോൾക്ക് കൊടുത്തത് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം അമ്മമാർ ഫുൾ ആൾക്കാരൊന്നും, നമ്മുടെ അമ്മമാരെല്ലാവരും ജിയോ ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്ത് വോട്ട് ചെയ്യുന്ന അമ്മമാരേ അല്ല അല്ലേ. സാധാരണ പെണ്ണുങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പെൺകുട്ടികൾ ചെയ്യുന്നുണ്ട്, ആണുങ്ങൾ ചെയ്യുന്നുണ്ട്, ആൺകുട്ടികൾ ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ വയസ്സായ അമ്മമാർ, വയസ്സായ അച്ഛന്മാർ ഇവരൊന്നും ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അമ്മമാർക്കൊക്കെ ഇഷ്ടമാണ്, ഈ സീരിയൽ കണ്ടിരിക്കുന്ന അമ്മമാർക്കൊക്കെ ഇഷ്ടമാണ്. ഈ അമ്മമാർ മുഴുവൻ ആൾക്കാരും ചെയ്യുന്നില്ല എന്നല്ല, ഒരു 50% അമ്മമാരും ചെയ്യുന്നില്ല. ഇപ്പം അനുമോള് തന്നെ, അനുമോളെ ഭയങ്കര ഇഷ്ടമുള്ളൊരു അമ്മ അനുമോള് അങ്ങോട്ട് തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ഇരുന്ന് കരഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മേനെ തിരിച്ചു വിളിച്ചിട്ട് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പം അമ്മ പറയുന്നുണ്ട്, മോളെ എനിക്ക് ഫോണില്ല, എനിക്കൊരു കുഞ്ഞു ഫോണാണ്, അതുകൊണ്ട് എന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ മോള് എൻ്റെ മോൻ്റെ ഫോണിലേക്ക് വിളിച്ചാൽ മതി എന്ന് പറയുന്നില്ല. അപ്പം ആ അമ്മയ്ക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ആ അമ്മ വോട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ മോൻ്റെ അടുത്ത് പറയണം അല്ലേ. മോന് ഇപ്പോൾ പറഞ്ഞാൽ അനുസരിക്കുന്ന മക്കളായാലല്ലേ ആ സമയത്ത് മോനൊന്നും വീട്ടിലുണ്ടാവില്ല. അപ്പം അമ്മ ഒന്നും മിണ്ടാതിരുന്നേ, ഇപ്പോൾ വോട്ട് ചെയ്തില്ലേ പണി എന്നൊക്കെ പറഞ്ഞ് ജോലിക്കൊക്കെ പോയാൽ മക്കളും ഉണ്ടാവും. എല്ലാ മക്കളും അമ്മമാർ പറഞ്ഞപ്പോൾ തന്നെ ജിയോ ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്ത് വോട്ട് ചെയ്യും ഇല്ല. ജോലിക്ക് പോകണവരും പല തിരക്കുള്ളവരൊക്കെ ഉണ്ടാവും, പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ജിഷിൻ പറഞ്ഞതാണ് കറക്റ്റ്. 3.5 കോടി ജനങ്ങളിൽ അമ്മമാരിൽ ഫുള്ള് അനുമോൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. എത്ര പേരാണ് വോട്ട് ചെയ്യുന്നത്? ഇപ്പോൾ ജിഷിനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ പെൺകുട്ടി പോലും, ആ പെൺകുട്ടി വരെ പറഞ്ഞു, ഞാൻ ജിയോ ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്തിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല ബിഗ് ബോസ് നിന്ന്. അപ്പോൾ ഇതേ അവസ്ഥയാണ് ഒരുവിധ ആൾക്കാർക്കൊക്കെ. ഇതിനോട് അഡിക്റ്റായ ആൾക്കാർ മാത്രമേ ഇത് കാണുന്നുള്ളൂ.
അപ്പം ജിഷിൻ പറഞ്ഞ് സ്ഥാപിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോള് ജയിച്ചത് പി ആറിൻ്റെ ബലം കൊണ്ട് തന്നെയാണ്, എനിക്കും പി ആർ ചെയ്യാമായിരുന്നു എന്നാണ് ജിഷിൻ കൺക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ബിന്നിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ, 8 ലക്ഷം ബിന്നി കൊടുത്തിട്ടുണ്ട്, ശൈത്യം 1.5 ലക്ഷം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പി ആർ കൊണ്ട് തന്നെ കളിക്കുന്നുണ്ടായിരുന്നത്.